ChatGPT പോലത്തെ AI മോഡൽ സ്വന്തമായി വീട്ടിൽ ഓടിക്കാനും 4K 8K വീഡിയോ എഡിറ്റിംഗ് 3D റെൻഡറിംഗ് എന്നിവ ചെയ്യാനും എന്തിന് വരാൻ പോകുന്ന GTA 8 ഗെയിം വരെ കളിക്കാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ ഞാൻ കാണിക്കാം. ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ ഒരു വർക്ക് സ്റ്റേഷൻ പ്രോസസ്സറാണ് AMDയുടെ Ryzen Threadripper Pro 7995WX. 2023 ഇറങ്ങിയ ഇതിൻ്റെ ഫീച്ചറുകൾ നമ്മളെ ഞെട്ടിക്കും. 96 കോറും 192 ത്രെഡും 384 MB L3 ക്യാഷുമുള്ള ഈ ഭീകരൻ പ്രോസസ്സറിൽ മെഷീൻ ലേണിംഗ് 3D റെൻഡറിംഗ് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ പറവറക്കും. പുത്തൻ ഗെയിമുകൾക്ക് പോലും ഇതിൻ്റെ 10% പവർ മതി. GST ഉൾപ്പെടെ ഇതിൻ്റെ വില ഏകദേശം 9,87,000 രൂപ. വലിയ ലോഡ് കൊടുക്കുമ്പോൾ വളരെ ചൂടുണ്ടാക്കുന്നത് കാരണം ഇവനെ തണുപ്പിക്കാൻ നമുക്ക് ലിക്വിഡ് കൂളർ തന്നെ വേണം. പ്രീമിയം മോഡലായ കോർസെയറിൻ്റെ H170i Elite LCD ആണ് എൻ്റെ ചോയ്സ്. കുറഞ്ഞ ശബ്ദത്തിലോടുന്ന 3 RGB ഫാനുകളുള്ള ഈ കൂളറിൽ മനോഹരമായ LCD ഡിസ്പ്ലേയുമുണ്ട്. കോപ്പർ പ്ലേറ്റുള്ള ഈ കിടിലൻ കൂളറിൻ്റെ വില 25,000 രൂപയാണ്. ഏസുസിൻ്റെ WRX90E Sage എന്ന വമ്പൻ മദർ ബോർഡാണ് നമ്മുടെ ഈ കൂറ്റൻ പ്രോസസ്സറിന് പറ്റിയ മോഡൽ. ഇഷ്ടംപോലെ ഗ്രാഫിക്സ് കാർഡുകൾ ഇടാൻ 7 PCI സ്ലോട്ടുകൾ, NVMe SSD സ്റ്റോറേജ് ഡിസ്ക് ഇടാൻ പറ്റിയ 4 M2 സ്ലോട്ടുകൾ, 2 TB വരെ മെമ്മറി ഇടാവുന്ന 8 RAM സ്ലോട്ടുകളൊക്കെ ഇതിലുണ്ട്. മദർ ബോർഡുകളുടെ രാജാവെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ വർക്ക് സ്റ്റേഷൻ ബോർഡിൻ്റെ വില 1,15,000 രൂപ. ഈ കമ്പ്യൂട്ടറിൽ നമുക്ക് 3 ഗ്രാഫിക്സ് കാർഡ് ഇടാം. പവർഫുള്ളായ AI മോഡലുകൾ ഓടിക്കാനും 3D വീഡിയോ റെൻഡറിങ്ങിനും ഒക്കെ ഇത് അത്യാവശ്യമാണ്. ഏറ്റവും പവർഫുള്ളായ RTX 5090 ആണ് 3 കാർഡും. 32 GB VRAമും 1.8 TB/s ബാൻഡ് വിഡ്ത്തും ഇതിനകത്ത് 9200 കോടി ട്രാൻസിസ്റ്ററുകളും ഉണ്ട്. ആദ്യത്തേത് NVIDIAയുടെ സ്വന്തം ഗ്രാഫിക്സ് കാർഡായ RTX 5090 ഫൗണ്ടേഴ്സ് എഡിഷനാണ്. എയർ കൂളിംഗ് ഉള്ള ഈ കാർഡിൽ ഏറ്റവും പുതിയ ഗെയിമുകൾ 4K അൾട്രാ ക്വാളിറ്റിയിൽ 250 FPS മുകളിൽ വേഗതയിൽ കളിക്കാം. പക്ഷേ ഇപ്പോൾ ക്രിപ്റ്റോനൈറ്റ് കിട്ടുന്നതിനേക്കാൾ പാടാണ് ഈ കാർഡ് കിട്ടാൻ. വില 2,19,000 രൂപ. ബാക്കി 2 ഗ്രാഫിക്സ് കാർഡുകൾക്ക് നമുക്ക് മാർക്കറ്റിലെ ബെസ്റ്റ് കാർഡ് എന്ന് പറയാവുന്ന ഗിഗാബൈറ്റിൻ്റെ AORUS RTX 5090 എക്സ്ട്രീം വാട്ടർഫോഴ്സ് വാങ്ങാം. ഇത് 3 RGB ഫാനുകളുള്ള ലിക്വിഡ് കൂളർ സഹിതമാണ് വരുന്നത്. ഇങ്ങനെയുള്ള പ്രത്യേകം കൂളിംഗ് ഇല്ലെങ്കിൽ ചൂട് കാരണം ക്യാബിനറ്റിനകത്തുള്ള എല്ലാം കരിഞ്ഞു പോകും. 2 കൂടെ മൊത്തം ചിലവ് 7 ലക്ഷം രൂപ. അങ്ങനെ 3 ഗ്രാഫിക്സ് കാർഡും കൂടി നമുക്ക് മൊത്തം 96 GB VRAM കിട്ടും. ഫേസ്ബുക്കിൻ്റെ Llama 4 LLM പോലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലുകൾ ഇതിൽ വേഗത്തിലോടും. ഇനി നമുക്ക് സ്റ്റോറേജ് വേണം. PCI Gen 5 മോഡലായ ക്രൂഷ്യലിൻ്റെ T705 4 TB NVMe SSD ആണ് ഒരു നല്ല ഓപ്ഷൻ. 4K 8K വീഡിയോകളൊക്കെ വലുതായതുകൊണ്ട് നമുക്കിത് 4 വാങ്ങി സ്റ്റോറേജ് 16 TB ആക്കാം. സാധാരണ ഹാർഡ് ഡിസ്കിൻ്റെ 100 ഇരട്ടിക്കടുത്ത് വേഗമുള്ള ഇത് 4 കൂടെ വില ഏകദേശം 2,30,000 രൂപ. ഇനി നമ്മുടെ കമ്പ്യൂട്ടറിന് വേണ്ടത് RDIMM എന്ന പ്രത്യേകതരം മെമ്മറിയാണ്. കോർസെയറിൻ്റെ 8 32 GB RAM മോഡ്യൂളുകളുള്ള 256 GB WSDDR5 RDIMM കിറ്റാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ഏകദേശ വില 1,80,000 രൂപ. നമ്മുടെ ഈ ബിൽഡിന് ഏകദേശം 3000 വാട്ടിനടുത്ത് പവർ വേണം. 4 5090 ഗ്രാഫിക്സ് കാർഡുകൾ വരെ സപ്പോർട്ട് ചെയ്യുന്ന ഏസുസിൻ്റെ Pro WS 3000 വാട്ട് ഒരു നല്ല ഓപ്ഷനാണ്. പക്ഷേ ജൂൺ 2025 അനൗൺസ് ചെയ്ത ഈ മോഡൽ ഇതുവരെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് മാർക്കറ്റിലുള്ള 2 കിടിലൻ പവർ സപ്ലൈകൾ വാങ്ങി ഇതിലിടാം. 2000 വാട്ടിൻ്റെ കൂളർ മാസ്റ്റർ M2000 പ്ലാറ്റിനം പവർ സപ്ലൈ ഏകദേശം 42,000 രൂപയ്ക്ക് കിട്ടും. 1200 വാട്ടിൻ്റെ കോർസെയർ HX 1200i പ്ലാറ്റിനം പവർ സപ്ലൈ ഏകദേശം 24,000 രൂപയ്ക്കും കിട്ടും. രണ്ടും കൂടെ ചേരുമ്പോൾ മൊത്തം 3200 വാട്ട് പവർ കിട്ടും. അങ്ങനെ പവർ സപ്ലൈക്ക് മൊത്തം ചിലവ് 66,000 രൂപ. ഈ കമ്പോണൻറ്റുകൾ എല്ലാം കൂടെ ഫിറ്റ് ചെയ്യാൻ ഒരു ഭീമാകാരൻ ക്യാബിനറ്റ് തന്നെ വേണം. 2 കമ്പ്യൂട്ടറുകൾ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന കോർസെയറിൻ്റെ 1000D എന്ന ടവർ കേസ് ഇതിന് ബെസ്റ്റാണ്. 18 ഫാനുകളും 6 SATA SSDകളും ഇഷ്ടംപോലെ ലിക്വിഡ് കൂളറും ഒക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഹൈ ക്വാളിറ്റി ക്യാബിനറ്റിന് ഏകദേശം 30 കിലോ ഭാരമുണ്ട്. ഗെയിമിങ്ങും സ്ട്രീമിങ്ങും ഒരുമിച്ച് ചെയ്യാൻ 2 കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് പറ്റി ഈ ക്യാബിനറ്റിൻ്റെ വില 43,000 രൂപയാണ്. ക്യാബിനറ്റിന് വേണ്ട ഫാനുകളും ബില്ലിന് വേണ്ട അല്ലറ ചില്ലറ സാധനങ്ങളും കൂടെ ഏകദേശം 35,000 രൂപ കൂടെ മുടക്കണം. അങ്ങനെ നമ്മുടെ ഫ്യൂച്ചർ പ്രൂഫായ പവർഫുൾ കമ്പ്യൂട്ടറിൻ്റെ മൊത്തം ചിലവ് 26 ലക്ഷം രൂപ. ഞാൻ നേരത്തെ റിവ്യൂ ചെയ്ത സാംസങ്ങിൻ്റെ മൈക്രോ LED TVയുടെ വില ഉപയോഗിച്ചാൽ ഇതുപോലത്തെ 4 നമുക്ക് വാങ്ങാം. ഈ ബില്ലിനെക്കുറിച്ച് ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണെങ്കിൽ 5,000 രൂപ മുതലുള്ള PC ബില്ലുകൾ എൻ്റെ ചാനലിലുണ്ട്.